കനികേ കനികേ എന്നെ എന്നാ എന്നെ ചന്ദ്രാട്ടിന് ശ്വാസം മുട്ടിലാകാതെ ഇതൊക്കെ പോയാൽ നമുക്ക് ആ 2 ദിവസമായി വരും. ആശുപത്രിയിലും പോയി പറഞ്ഞു പോയാൽ വാ നേരം കിടന്നു വെച്ചാൽ അപ്പോഴൊക്കെ ഭയങ്കര ഞാൻ വാതിലടച്ചിട്ടാ വാതിലടച്ചു നേരത്തെ പോണെന്ന് വെച്ചാണ് അപ്പോഴത്തേക്ക് ഭയങ്കര മഴയല്ലേ വരാതെ മഴ ഞാൻ പൊടിയെത്തിക്കാൻ ഇതേപ്പോൾ പയ്യലെ വിളിച്ചിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിലും നാമ കുറച്ച് പറ്റിയല്ലേ ഇങ്ങനെ നടന്നു പോന്നെയാ ഓരോ വിഷമം തണുപ്പ് ഈ മഴയിൽ തണുപ്പ് കൊണ്ടാണ് എനിക്ക് ശ്വാസം മുട്ടിൽ വന്നത്. പിന്നെ അന്നിങ്ങും പായും പണിയെല്ലാം എടുക്കുമല്ലോ. അലക്കാൻ നല്ല സുഖമാണ്. ഒരു കാലം വെളിയിലാണ് കഷ്ടപ്പെട്ടിട്ടേ നല്ല ഉൾക്കായി ഉൾക്കായി വിട്ടില്ലേ ചക്ക മുറിച്ചിട്ടില്ലാന്ന് ഇതുവരെ ചക്ക തിന്നില്ല. ഇടയ്ക്ക് ഒരു ദിവസം ചക്ക കിട്ടിയിരുന്നു. ചന്ദ്രന് സുഖില്ലാന്ന് പറഞ്ഞ് ശ്വാസം മുട്ടലായിട്ട് ആശുപത്രി പോയിട്ടുണ്ട്. നല്ലവണ്ണായിപ്പോയാ മഴയത്ത് മഴയല്ലേ ഉണ്ടാവുന്ന തന്നെയാണ് ഇപ്പൊ രണ്ടാം പറഞ്ഞില്ല എന്നാ പിന്നെ സഹായിച്ചിരുവാണേ. ചെറിയ തൊഴിലാണ് വെച്ചാൽ നല്ല രസം ഉണ്ടാവേ. കുരുമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല വെച്ചാൽ ഉണ്ടാവും ആ ഒരു ടേസ്റ്റ്. ചോറിനെക്കാട്ടി നല്ലതാണ് ചക്ക. നല്ലോണം മൂട്ടിനല്ലേ മൂപ്പൊഴിഞ്ഞില്ല പണ്ടൊക്കെ പാകത്തിന് നല്ല നീ മുട്ടിട്ട് വളരുന്ന ഞാൻ ഇങ്ങനെ ചക്ക വെച്ച് തിന്നിട്ട് പോവാ. മഴയല്ലേ ചന്ദ്രാട്ടൻ വീടിയെന്ന് അറിയാൻ പണിയാ നമ്മള് ശ്വാസം മുട്ടിലാന്ന് പറഞ്ഞിരുന്നില്ല. രാവിലെ പോയിനി നേരത്തെ വരുന്ന ചെറിയ മഴയല്ലേ ഇന്നും വന്നില്ല. ഇപ്പൊ വിളിച്ചു വെക്കാൻ പറഞ്ഞ് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ആദ്യ ഈ മഴയായാലും തന്നെയാണ് ശ്വാസം മുട്ടലിന്റെ കഴുത്തിലൊന്നും പോറ്. അപ്പൊ അതിനെ കൂട്ടാക്കുവാ അങ്ങും പായില്ലേ ഇടക്കിടക്കല്ലോ. ജോളും കൂടിയെ പോന്നതാണല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെ പോയിട്ടാണ് കഴിച്ചു പിടിക്കുന്നത്. ചക്ക വെട്ടാ തിന്നലില്ലേ ഞാൻ വെക്കുന്ന എന്റെ കയ്യിലെ ചക്ക അല്ല പത്ത് ചന്ദ്രേട്ടനാ പത്ത് വെച്ചിട്ട് പോയതാണ്. ശ്വാസമുട്ടലും കൊണ്ട് പിന്നെ മഴയത്ത് ചക്കയും പറിച്ചു. ചക്കയും പറിച്ചു. പിന്നെ പത്ത് വെച്ചിട്ട് പിന്നെ വെക്കാൻ എടുക്കാൻ വയ്യ. വെക്കാൻ ഞാൻ ആവി പിടിക്കാൻ വേണ്ടിട്ട് ചൂടുവെള്ളം വെക്കാൻ പറഞ്ഞു. വിളിച്ചു പറഞ്ഞു ഞാനൊന്നും വെക്കട്ടെ. നമുക്കിത് വേണ്ട ഞാനാടി ഇരിക്കാണേ നമുക്ക് വെച്ചിട്ട് തിന്നാൽ എല്ലാരും കൂടി ആകുമ്പോ ഉണ്ടല്ലോ അത് നല്ല രസമാണ്. നല്ല പരലില്ല ചക്കമുട്ടില നല്ല സുഖമാണ്. മുട്ടിലാണ് വരച്ചിട്ട് പരലി കളർ നോക്കി നോക്കടാ എല്ലാത്തില്ലേ അതുപോലെ ചക്ക ഞാൻ രാത്രി മുറിച്ചിട്ടുള്ളൂ. ഇപ്പം വെക്കുന്നില്ല. ഞാൻ പോകുമ്പോ പകുതി മുറിച്ചിട്ട് തന്നു. അതിപ്പോ കാണാനില്ല. ഞാൻ രാത്രി മുറിച്ചിട്ടുള്ളൂ. അതാ നല്ലത്. ഇത് ഞാൻ എന്തിനാ വെക്കേണ്ടത് വരുമ്പോഴത്തേക്കിന് കത്തിയും വറച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇത് ഇങ്ങനെ തിന്നാല് നല്ല കത്തി തന്നെ സംഭവിക്കണ്ടേ. ഇത് തിന്നും വെച്ചാ തിന്നല്ലേ രാവിലെ അല്ലല്ലോ. അതെയാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. എന്ത് നിങ്ങൾ തിന്നണ്ടല്ലേ നിങ്ങൾ തിന്നോ. ഞാനിത് രാത്രി നാൻ കൊഞ്ഞാണ് വിചാരിക്കുന്നു. കത്തിയല്ലേ എന്റെ അപ്പ
അത് പോയിട്ട് ഞാൻ നല്ലോണം എന്തായാലും നിങ്ങൾ എന്നാ സംഭവിക്കണ്ടേ? ഇത് പറ്റാത്തൊന്നുമില്ലേ? അല്ല നിങ്ങൾ വീട്ടിലൊന്നും ഒരു സാധനം വെക്കില്ല. സത്യ അല്ല വേറൊന്നും ഇങ്ങനെ ഒന്നിനും നോക്കൂല. അയ്യോ പണ്ടാരോ പറഞ്ഞോലോ ഒരു ആശാരി പണിയെടുക്കുമ്പോ ഇങ്ങനെ ചക്ക മുറിച്ചിരുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് തിന്നുമ്പോ ആ ആശാരി ഓരോ പൂളെടുത്ത് വെക്കും പോലും. എന്നിട്ട് വലിയ ലാസ്റ്റ് പറഞ്ഞു പോലും ചക്കയിൽ എത്ര പൂളിന് എണ്ണി വെച്ചു അത് വേറെ ചക്കൻ കാണുന്നു പോലും. എന്ന മാതിരി ഇപ്പൊ നിങ്ങളെ കഥയുള്ളത് ഇല്ലാതുകൊണ്ടാ നമുക്ക് അടിഞ്ഞു പോകുന്നുണ്ട്. നമുക്കാണ് രണ്ട് ഗ്രാമുണ്ടായിരുന്നു ആരക്കുണ്ടിന്റെ ആടാ ചക്കരേറ്റ് വടിയതാണ് അപ്പുറത്തിപ്പുറം പൊട്ടിക്കൊണ്ടിപ്പോലെ. ഇപ്പൊ നമ്മളെ അച്ഛമ്മ അഥവാ എന്തെങ്കിലും മുക്കിടുമ്പോ പറയുന്ന അപ്പൊ ഇറച്ചി അടിയാണ്. നമ്മൾ തിന്നില്ലപ്പാ തിന്നാണ് ഇരിക്കല്ലേ? അന്റെ സാധനം തിന്നാ അച്ഛമ്മ ഇല്ലാതോടില്ലേ നല്ല തിന്നയിപ്പോ വരുന്നുണ്ടാ ചൂടോളം വെക്കാൻ പറഞ്ഞേ അവി നേരത്തെ പോയിനാ? ഞാൻ രാവിലെ പോയി ആടെ ചുറ്റൂന്ന് വന്നത് ഒരു മരണത്തിരക്ക് ആവിയിട്ടാൻ പറഞ്ഞിരിക്കും. അങ്ങനെ ഇതൊന്നും യാതൊന്നുമില്ല. ഗുളിക കുടിക്കണ്ട, ആവി തുളസി ഇട്ടിട്ട് ആവി കുടിക്കല്ല പറഞ്ഞു. അല്ല പാത്രം കുടിക്കാം. തിരക്കാക്കല്ല ഇതിനെ കുറിച്ച് തരണേ ഞാൻ അപ്പത്തെ കുടിക്കുമ്പോ. ആവി കുടിച്ചാലേ ശരിയാവൂലോണേ. പറഞ്ഞ മാതിരി ആവി പിടിച്ചേ ഇതിങ്ങനെ മൂടിയിട്ട് വേണ്ടി ആവി പിടിച്ചേ. പിന്നെങ്ങനെയാ കയ്യോട് വായിച്ചാ ആവി കുടിക്കണം. ഇങ്ങനെ വിളിക്കാനാ? ദൈവമേ ഏത് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ ആവി വീട്ടിൽ പോയിട്ട് കുറച്ചിട്ട് ആവി കുറച്ചിട്ട് ആവി പിടിക്കാനാ? അതെ ആവിയൊക്കെ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അല്ല കൈമ കിട്ടുന്നുണ്ട്. ദൈവമേ ഇതൊന്നും ആരോട് പറയില്ല ഇനി ഏട്ടാ. തലയില് തുണി കൂട്ടിട്ട് പിന്നെ ഇങ്ങനെ അതാണ് ആവി പിടിക്കല്. കൈമുട്ടിട്ടൊന്നുമില്ല. എന്റെ ചന്ദ്രാട്ടാ എനിക്ക് കഴിയില്ല. ഇതാരും കണ്ടാ ഇതിപ്പോ നമ്മള് പോകുന്നുണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ വരുന്നവരിൽ കുടിക്കാൻ നിൽക്കൂലേ? ഇപ്പൊ നിങ്ങളോട് ഞാനിട്ട് വളരാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പാ ഇത് കഴിഞ്ഞ ഇത് നിങ്ങൾ ഇങ്ങനെ ആവി പിടിച്ചിട്ട് ആദ്യമായിട്ടാണ് ആവി പിടിക്കുന്നത്. അതായത് വാങ്ങി പൊണ്ണൂല്ലേ കണ്ടി അപ്പോൾ നീ ഇതുവരെ കണ്ടിട്ടായിരുന്നു? എല്ലാം ഞാൻ നോക്കിയാത് ഞാനെല്ലാം തോത്തോണ്ട് കൊടുത്തിനേ. ആവി പിടിക്കാൻ വേണ്ടി തോത്തോണ്ട് കൊടുത്തിട്ടേ. ആവി ഇങ്ങനെ പിടിക്കേണ്ടതാണെന്നാ വിചാരിച്ചിട്ടുണ്ടാവുക. അയ്യോ അല്ല അറിയാൻ ഓരോന്നും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അല്ല ഇതുവരെ പിടിച്ചിട്ടില്ല, ആവി പിടിച്ചിട്ടില്ല. എന്താ എന്നാ നിങ്ങൾ ചോദിക്കണ്ടേ ഇങ്ങനെ പിടിച്ചിട്ടെന്താ കാര്യമൊന്നും ഇങ്ങനെ പിടിക്കുമ്പോ? ആരോട് നമ്മളോട് ചോദിച്ചൂടെ ഇത് ഇങ്ങനെ പിടിച്ചിട്ടൊരു മാറ്റമൊന്നും കാണുന്നില്ല? ആവി പിടിക്കാൻ പറഞ്ഞ പിന്നെ ഓരിങ്ങനെ പിടിച്ചു പിന്നവന്റെ കൊല്ലപ്പ പണ്ട് ഓരോട്ട് വന്നിട്ടില്ല യൂറോപ്പം വന്നവർക്ക് ആർക്കാ ഈ സംഭവം അറിയാം. അതെ പണ്ടാല് വന്നിട്ട് അതിന്റെ മേലെ കേറി നിന്നും പോലും ആരോ എന്നിട്ട് അറിയില്ല. അല്ല കണ്ടാൽ തന്നെ ഇരിക്കാൻ കഴിയില്ലേ? ഇതിന്റെ മേലെ കേറാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ കേറി നിന്നിട്ടാ ഇരിക്കാൻ വേണ്ടി ഞാൻ അറിയില്ലല്ലോ സംഭവം. ഇതിപ്പോയി അയാൾ ബാക്കി ഉണ്ടാവാടാ
അതുപോലെ പിന്നെ അന്നത്തെ കല്യാണത്തിന്റെ കളിപ്പ് അങ്ങനെയാണല്ലേ ആയത്. നമ്മള് വന്നോണ്ട് അതങ്ങനെ കിട്ടി. അതൊരു കുറച്ച് സമാധാനായില്ലേ. നമ്മള് പോവുന്നേ നമ്മള് പോവുന്നു. ഒരിക്കലും കൂടി രാത്രിയും കൂടി ഒന്ന് ആക്കിക്കോ. കൈകൊണ്ട വിട്ടിരുന്ന കൈകൊണ്ട് ഇങ്ങനെ ആവി വിളിക്കുവാടോ വഴിയുണ്ട്. പോവാ നമ്മള് എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങനെ അറിയില്ലാന്നറിയില്ല. ഞാൻ നോക്കുകയും ചെയ്ത ഞാൻ അങ്ങാത്തേക്ക് ഇങ്ങനെ പോകും. നമ്മള് പോയി. എന്നാ പിന്നെ നീ കൊടി എടുത്തിട്ടില്ലേ? അതെ.